ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫിഷിംഗ് വീഡിയോ ആയിട്ടല്ല വരുന്നത് കേട്ടോ. നമ്മൾ വേറൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യമാണ് ഒരു വീട്, അതുപോലെ തന്നെ ഒരു വീടിനാകുമ്പോൾ ഒരു കിണർ. നമ്മളിന്ന് കിണറിൻ്റെ സ്ഥാനം കാണുന്ന ഒരു ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം പുള്ളി എങ്ങനെയാണ് സ്ഥാനം കാണുന്നത്, വെള്ളം ഇല്ലാത്തത് എങ്ങനെയാണ് അറിയുന്നത്, വെള്ളം ഉള്ളത് എങ്ങനെയാണ് അറിയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളിയോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ആളാണ്. ചേട്ടൻ സ്ഥാനമൊക്കെ കാണുന്നതാണ്, ഒരു 8 വർഷമായിട്ട് കാണുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, പുള്ളിയോട് ചോദിക്കാം. പുള്ളിനെ കണ്ട് നമുക്ക് പുള്ളിയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഇതെങ്ങനെയാണ് കാണുന്നത്, വെള്ളം കിട്ടുമോ, കിട്ടുകയല്ലാത്ത സ്ഥലം എങ്ങനെയാണ് അറിയുന്നത്, അതൊക്കെ പുള്ളി തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഈ ചേട്ടൻ്റെ അടുത്തോട്ട് പോകാം. ഹലോ ജെയിംസ് ചേട്ടാ, ഇതാണ് ആള്. അപ്പോൾ പുള്ളി ഇന്ന് നമുക്ക്, നമ്മുടെ ചേട്ടൻ ഇന്ന് നമുക്ക് കിണറിൻ്റെ വെള്ളം കാണുന്നത്, വെള്ളം കിട്ടുന്നത്, അതിൻ്റെ സ്ഥാനം കാണുന്നത്, ഇതെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് പുള്ളിയോട് തന്നെ ചോദിക്കാം. ഓക്കെ, നേരെ നമുക്കിനി വീഡിയോയിലേക്കും പോകാം. അപ്പോൾ ജെയിംസ് ചേട്ടാ, എങ്ങനെയാണ് ഇതിൻ്റെ സ്ഥാനം കാണുന്നത്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഇതിൻ്റെ സ്ഥാനം കാണുകയെന്ന് പറഞ്ഞാൽ ഇപ്പം കിണറിൻ്റെ നമ്മൾ സ്ഥാനം കാണുമ്പം കുംഭം, മീനം, മേടം എന്നീ 3 രാശിയിലാണ് നമ്മുടെ സ്ഥാനം കാണുന്നത്. അപ്പം സാധാരണ എല്ലാവരും വന്നിട്ട് മീനം രാശിയിലാണ് കാണുന്നത്, അതായത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് കാണുന്നത്. ഓക്കെ, വടക്ക് കിഴക്കേ മൂലയ്ക്ക് കാണാൻ വരുന്നത് അവിടെ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കേണ്ടെന്നല്ലോ പറയുന്നത്. അതെ, വടക്ക് വശത്താകാം, കിഴക്ക് വശത്താകാം, പടിഞ്ഞാറ് വശത്താകാം, തെക്ക് വശം ഒഴിവാക്കുന്നു. ഇനി കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ മൂല വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആ മുറ്റത്തിൻ്റെ ഒരു വീതിയുണ്ട്, ആ മുറ്റത്തിൻ്റെ വീതിക്ക് വെളിയിൽ, മുറ്റത്തിൻ്റെ വെളിയിൽ കിണറിട്ടാൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ നടവാതിൽ, അതുപോലെ കോടിക്ക്, ഇപ്പം കോടിയില്ലാത്ത വരെയാണെങ്കിലും അതിൻ്റെ തറയുടെ കോണുണ്ട്, ഇതുപോലെ കോണുണ്ട്. അപ്പോൾ ആ കോണ് കിണറിൻ്റെ ചക്കിന് വരാൻ പാടില്ല. ഇപ്പം ഇവിടെയാണ് കിണർ കുത്തുന്നതെങ്കിൽ ഇതിനിപ്പുറത്ത് നിൽക്കണം കിണർ, അല്ലെങ്കിൽ അപ്പുറത്തോട്ട് മാറണം. അതായത് ഇങ്ങനെ ഈ റൗണ്ട് ഇങ്ങനെ ഈ ചെരിവ് വന്നുകൊണ്ട് വരാൻ പാടില്ല. നടവാതിൽ ഇത് ഒഴിവാക്കുക. ഓക്കെ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഓക്കെ. അപ്പോൾ അത് പണ്ട് മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, പണ്ടൊക്കെ കിഴക്കോട്ട് വശമുള്ള വീട്, അതുകൂടാതെ തന്നെ എല്ലാവരും വീട്ടുകാരൊക്കെ വന്നിരിക്കുകയും പിടിക്കുകയും ചെയ്യുമ്പോഴത്തേനും ഈ ഒരു കാരണവശാലും സ്ത്രീജനങ്ങൾ ഈ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെടുത്തരുത്. ഇപ്പം വെള്ളം കോരാനൊക്കെ പിള്ളേർ പെണ്ണുങ്ങളൊക്കെ വരുമ്പോഴത്തേനും നടവാതകലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കാണരുതാണ്. ഇപ്പോൾ ഒരു മറച്ചുകെട്ട് പോലെ ഓക്കെ അങ്ങനെയാണ് വെച്ചിരുന്നത്. അതുപോലെ തന്നെ ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ആയില്ലെന്ന ആൾ വന്ന അയൽവക്കം പൊടിഞ്ഞു പോകും, തൃക്കേട്ട വന്ന അതിന് മോളിൽ കേട്ടയില്ല എന്നൊക്കെ. അപ്പോൾ അതൊന്നും സത്യമല്ലെന്നാണോ പറയുന്നത്? സത്യമല്ലെന്നല്ല, ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് എടുക്കാം, അനാവശ്യം നമുക്ക് ഒഴിവാക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം നമ്മളിപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ 100%, 90% നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. കാരണം നമ്മൾ പരിപൂർണ്ണമല്ല, മനുഷ്യൻ്റെ കാര്യമല്ലേ, മനുഷ്യർക്ക് പരിപൂർണ്ണമാകത്തില്ലെന്ന് മാത്രമല്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണിക്കാമോ? നമുക്ക് അതെങ്ങനെയാണ് വീഡിയോ കാണിക്കാം എടുക്കുന്നത് തന്നെ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ചേട്ടൻ്റെ ആ വീഡിയോ പിടിക്കുക, നമ്മൾ സ്ഥാനം കാണുന്നതിൻ്റെ. അപ്പോൾ ചേട്ടൻ നമ്മളത് കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെയാണോ ചേട്ടാ വെള്ളം ഉണ്ടെന്ന് പറയുന്നത്? ഇത് വടക്ക് കിഴക്കേ മൂല മീൻ രാശി എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മളിവിടെ വെള്ളമുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. ഇതിനൊരു കുറച്ച് സമയമുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമുമായിട്ട്. ഇത് ഒരു കണക്കിന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഷിനോട്ടം എന്ന് പറയും. 5000 വർഷത്തെ പാരമ്പര്യം പതഞ്ജലിക്കാർ നമുക്ക് പറയാനൊന്നുമില്ല. എങ്കിൽ പോലും ഒരു നാട്ടറിവൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു പരിപാടിയാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചു വെക്കുന്നത്. അപ്പം നമ്മൾ ഇത് വെള്ളമാണ്. ഈ വെള്ളത്തിലേക്ക് ഒരു പ്രത്യേക എണ്ണയ്ക്കകത്ത്, ഇതൊരു ഓട്ടുപാത്രത്തിലെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്ഫടിക പാത്രത്തിലെടുക്കാം. ഒരു പ്രത്യേക പൊസിഷനിൽ ഒരു ടൈമിൽ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഈ പച്ചമരുന്നിൻ്റെ രഹസ്യക്കൂട്ട് ഇവിടെ പൊട്ടി ഇത് സ്പ്രെഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കാണാൻ ഒക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ടൈമുണ്ട്, ആ ടൈം കഴിഞ്ഞ് പൊട്ടിയിട്ട് കാര്യമില്ല. ഈ ഗോളം അതുപോലെ തന്നെ അവിടെ നിൽക്കും. നമ്മൾ അതിനകത്ത് കൈ കറക്കുന്നോ മാല കറക്കുന്നോ ഒന്നുമല്ല. ഈ സാധനം ഇവിടെ പൊട്ടണം. ഇപ്പം ടൈം നമ്മൾ ഏറെക്കുറെ ഒരു ടൈമുണ്ട് നമുക്ക്. ആ ടൈം കഴിഞ്ഞ് പൊട്ടിയിട്ട് കാര്യമില്ല. എത്ര സമയം വരെയാണ് ഇതിന് പറയുന്നത്? ഇത് ഒരു സെക്കൻഡ്, ഒരു കോൽ എന്നുള്ള കണക്കിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ടൈമുണ്ട്. ഇതിപ്പോൾ ഒഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ എത്ര സമയമായിരുന്നു? ഇതിപ്പം വെച്ചിട്ട് ഞാൻ ടൈം നോക്കിയില്ല, എന്നാലും ഈ പറഞ്ഞ ഒരു 3 മിനിറ്റെങ്കിലും ആയിട്ടുണ്ട്. 3 മിനിറ്റ്. അപ്പോൾ ഇവിടെ വെള്ളം ഇല്ലേ അതോ ഉണ്ടോ? ഈ 3 മിനിറ്റ് എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞിട്ട് അത് പൊട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 3 മിനിറ്റിനകത്ത് അല്ലെങ്കിൽ മാത്രമല്ല അത് പൊട്ടി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പൊട്ടി കഴിയുമ്പോഴത്തേനും ആ മരുന്ന് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ചില ദിക്കും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് നമുക്ക് കാണണം. കണ്ട ഇതുണ്ടോ, ദൈയിരിക്കുന്ന
ഈ ചതുരം കെട്ടിയിരിക്കുന്നത് ഇതൊരു പാറയായിട്ട് ഒരു കിണറായിരുന്നു. പാറയായിട്ട് അവർ മാറ്റിയതാ. കാരണം വടക്കിഴക്കാൻ മൂല. ഒരു കാര്യം പറയാം, വടക്കിഴക്കാൻ മൂല എന്ന് പറഞ്ഞപ്പം ഈ വിത്തേന്ന് വരുമ്പം ഇതിനിപ്പുറത്ത് അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഇങ്ങനെ റൗണ്ട് വരരുതാണ് കോടി എന്ന് പറയുന്നത്. അത് ഈ കോണല്ലേ? ഈ കോൺ സത്യത്തിൽ ഇത് കോണൊക്കെ ഒഴിവാക്കിയിട്ടാണ് കിണർ കുത്തിയിരുന്നത്. പക്ഷെ വെള്ളമില്ല. പടിഞ്ഞാറ് മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് മിസ്റ്റേക്ക് നോക്കാം, അവിടെ നമുക്ക് ഇടയില്ല. തെക്ക് വശത്ത് അല്ല മറ്റേ അങ്ങനെ സൈഡിൽ ഒട്ടും ഇടയില്ല തെക്ക് വശത്ത്. പിന്നെ പോയിട്ട് അവർ അത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്തിപ്പം വാസ്തവമില്ല, അതുപോലെ കിടക്കുകയാണ്. നമ്മൾ 3 പോയിന്റ് അടിക്കുമ്പം ഒരു പോയിന്റെല്ലാം പൊട്ടിയിരിക്കണം. 2 പൊട്ടിയാൽ ഉത്തമം. അതാണ് അതിനകത്ത് ആശാരിമാർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആശാരിമാരെന്നല്ല, മെയിനായിട്ടുള്ള സ്ഥാനക്കാർ വന്നു കഴിഞ്ഞാൽ അവർ വടക്കിഴക്കൻ മൂലയ്ക്ക് മാത്രമേ വെക്കുള്ളൂ. അവിടെ വെള്ളം ഉണ്ടോ ഇല്ലെന്ന് അവർക്ക് രണ്ട് കാര്യമില്ല, വാസ്തു അനുസരിച്ച്. ഒരു അടുക്കള കിഴക്കോട്ടെന്ന് പറയും, ചിലർ പറയും വടക്കോട്ടാകാമെന്ന് പറയും, ചിലർ 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്നൊക്കെ പറയും. ഇത് മുഴുവൻ അന്ധവിശ്വാസമാണ്. സത്യത്തിൽ ഇതൊക്കെ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈ ഇപ്പം മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മൾ കന്നിക്കോണിൽ ആണ് ഈ പെരയ്ക്ക് സെറ്റ് ഔട്ട് ചെയ്യുന്നത്. മാസ്റ്റർ ബെഡ്റൂം കന്നിക്കോണില്ല. അപ്പോൾ കന്നിക്കോണിൽ കിടക്കാം. പക്ഷെ കന്നിക്കോണിൽ കിടന്ന് സ്ത്രീകൾക്ക് പോകാൻ മേല, അതിൻ്റെ പ്രത്യേക സമയത്ത് പോകത്തില്ലെന്നൊക്കെ പറയുന്നു. അതിന് വലിയ വസ്തുതയില്ല, കാര്യങ്ങളില്ല. കാരണം ഇത് ഭൂമിദേവി എന്ന് പറയുന്നൊരു അമ്മയാണ്, സ്ത്രീയാണ് ഭൂമിദേവി സങ്കല്പം. അവിടെ തന്നെ എല്ലാവരും താമസിക്കുന്നു. ഇതിപ്പം ഇത് ഇനി പൊട്ടുമോ? ഇതിനി പൊട്ടത്തില്ല. ഇനി പൊട്ടിയാലും അതിന്റെ ടൈം കഴിഞ്ഞു. അപ്പൊ ഇതിന് നിലവിൽ ഇപ്പൊ ഇവിടെ വെള്ളം എക്സ്പയറി കഴിഞ്ഞു. വെള്ളമില്ല. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഇതിൽ വെള്ളമില്ല. വെള്ളമില്ല. ഓക്കെ, അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയി. ഇനി നമ്മൾ അടുത്ത നമുക്ക് വെള്ളം ഉള്ളിടത്ത് കാണിക്കുന്നത് വെള്ളത്തിലേക്ക് പോവുകയാണ്. വെള്ളത്തിലേക്ക് പോയി നമ്മൾ നോക്കുകയാണ്. വാ, നമുക്കിനി അടുത്ത് എവിടെയാ വെള്ളം ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ സാധനം ഇതുവരെയും പൊട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ വെള്ളമില്ല എന്നുള്ളതാണ്. ഇനി നമുക്കിത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയണ്ടേ? വെള്ളം ഉള്ളിടത്ത് വെച്ചിട്ട് ഇത് പൊട്ടുമോ ഇല്ലയോ എന്ന് അറിയണ്ടേ? ഓക്കെ, നമുക്ക് പോവാം. ഇനി വെള്ളം ഉള്ളിടത്ത് ഞങ്ങളാരും പൊട്ടിക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിലിവിടെ കിണറും വെള്ളവും ഉള്ളിടത്ത് കൊണ്ടുപോയി നമ്മൾ ഈ സാധനം വെക്കുകയാണ് കേട്ടോ. നിങ്ങളെ ആദ്യം കിണർ കാണിച്ചു തന്നേക്കാം. ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇത് കണ്ടോ, കിണർ കണ്ടോ? ഇത് കണ്ടോ, ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇത് പൊട്ടുവാണെങ്കിൽ ഇതിനകത്ത് സത്യാവസ്ഥയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്ക് നോക്കാം, ചെയ്യട്ടെ. ഇതിനകത്ത് പൊട്ടുമോ? പച്ചവെള്ളമാണ് ഈ ഒഴിക്കുന്നത് കേട്ടോ, വെറും പച്ചവെള്ളമാണ്. അതെ, അതെ, കുടിച്ച് കാണിക്കുന്നു. ഓക്കെ, അവിടെ നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും സമയം വെച്ചിട്ടും അവിടെ അത് പൊട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ പൊട്ടുപോയില്ല എന്നറിയാം. പൊട്ടിയില്ലെങ്കിൽ ഉണ്ടോ, 2-3-4 എണ്ണം ഒഴിച്ചിട്ടുണ്ട്. 1-2 എണ്ണയിലും പൊട്ടണം, പൊട്ടിയാലേ ഉള്ളൂ. ഇഷ്ടംപോലെ വെള്ളം ഉള്ളൂ എന്നുള്ളതാണ് ഈ ചേട്ടൻ പറയുന്നത്. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. കണ്ടോ, കണ്ടോ കൈസ്, പൊട്ടി തകർന്ന് കലങ്ങി ഒഴുകുന്ന കണ്ടോ നിങ്ങൾ? കണ്ടോ, ഒഴിച്ചപ്പോഴേ പൊട്ടിയാൻ പറഞ്ഞത്. രണ്ടാമത്തെ കണ്ടോ, പൊട്ടി പടരുന്ന കണ്ടോ നിങ്ങൾ? കണ്ടോ, ഇനി ഒന്നുകൂടെ പെട്ടുള്ളൂ, അല്ലെങ്കിൽ വെള്ളം മാറ്റണം. കണ്ടോ, എണ്ണ ഇതിൻ്റെ മരുന്ന് പടർന്നു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളമായിട്ട് അതിന് വ്യത്യാസം വരും. കണ്ടോ, ഇത്രയും അടുത്ത് കിണറുള്ള കിണറിൻ്റെ ചോട്ടി കൊണ്ടേ നമ്മൾ വെച്ചുകൊണ്ടാണ് ഒഴിക്കുമ്പോഴേ പൊട്ടുന്നത്. കണ്ടോ, അല്ലെങ്കിൽ സാധനം പൊട്ടത്തില്ല. 2 പ്രാവശ്യം അല്ലേ 3 പ്രാവശ്യം, 2 പ്രാവശ്യത്തിക്കുള്ളിൽ പൊട്ടുകയറുന്നാണ് ചേട്ടൻ പറയുന്നത്. അല്ല, അതല്ല, പിന്നെ വെള്ളം മാറ്റണം. പിന്നെ ഈ വെള്ളം മാറ്റിയിട്ട് വീണ്ടും വെച്ചാലും സ്പ്രെഡ് ചെയ്ത് പോകുവാണ് അതിനകത്തേക്ക്. ഇനി ചേട്ടൻ പൊട്ടിച്ചതാണോ ഇല്ലയോ എന്ന് അറിയണ്ടേ. ഒന്നും കൂടെ ഇത് മാറ്റിയിട്ട് അടുത്ത വെള്ളം ഒഴിച്ച് ഇനി പൊട്ടിച്ച് കാണിക്കണം. കാരണം ഇപ്പോൾ ഒഴിച്ചിട്ട് പൊട്ടുന്നില്ല, കാരണം ഇനി വെള്ളം മാറിയാലേ ഇത് പൊട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ, ഇത് മാറ്റിയിട്ട് ഒന്നുകൂടെ കാണിച്ച പ്രേക്ഷകരെ, മുമ്പ് ആരെങ്കിലും കുത്തിപ്പൊട്ടിച്ചാണെന്ന് അറിയണ്ടേ. അപ്പോൾ പറഞ്ഞ സത്യാവസ്ഥ ഇത് കറക്റ്റാണ്. 2 പ്രാവശ്യം കൂടുതൽ പൊട്ടുകയില്ല എന്ന് പറഞ്ഞത് കറക്റ്റ്. ഇപ്പോഴത്തെ 3ാമത് ഒഴിച്ചിട്ട് അത് പൊട്ടിയില്ല. അപ്പോൾ നമുക്ക് ഈ വെള്ളം മാറിയിട്ട് നമുക്ക് വീണ്ടും വെച്ച് നോക്കാം. എന്നാലും പൊട്ടുപോയില്ലെന്നറിയാമല്ലോ. നമുക്ക് വെള്ളം എടുത്താൽ പോരെ. ഇതിനകത്ത് സത്യാവസ്ഥ എന്തായാലും ഉണ്ടെന്ന് നമുക്കറിയണ്ടേ. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, മരുന്ന് ഒഴിക്കുന്നു. ഇതിൻ്റെ സീക്രട്ടൊന്നും പറയുന്നില്ല കേട്ടോ, അത് ആ ചേട്ടൻ്റെ ഒരു ഇതാണ്.
മരുന്ന് ഒഴിച്ചിട്ടുണ്ട്. മരുന്ന് ഒഴിച്ചില്ല. മരുന്ന് ഒഴിച്ചില്ല. അടിപൊളി. ഉണ്ടാവും പൊട്ടിയിരിക്കുന്നത്. പൊട്ടി താർന്ന്. പൊട്ടിയാൽ മാത്രം പോലെ അതിനടിയിലേക്ക് സ്പ്രെഡ് അടിയിലോട്ട് ഇത് താന്ന് പോവും. അതിൻ്റെ രൂപാന്തരം പ്രാപിക്കുന്നതുകൊണ്ട് നോക്കണം. അതിൻ്റെ ആ പത അടിയിലോട്ട് താന്ന് വീട് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു കേട്ടോ. അടിയിൽ കൂടെ ഇങ്ങനെ അതിനകത്ത് ഗോളമായിട്ട് വരുന്നുണ്ടോ? ആ മരുന്ന് അടിയിൽ കൂടെ ഇങ്ങനെ പടരുവാണ് ഇതിനടിയിലോട്ട്. പിന്നെ ഇത് പാറയുണ്ടോ എന്നൊക്കെയുള്ള പരീക്ഷണങ്ങൾ വേറെ ഉണ്ട്. അപ്പം അത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ സ്ഥലത്തിൻ്റെതായിട്ടുള്ള രീതി. ഈ വീട് കണ്ടോ? അതുണ്ടോ? ഇതാണ്. ഓക്കെ, അത് കണ്ടല്ലോ ഗൈസ്. കണ്ടോ ഇതിനടി ഈ പാത്രത്തിനടിയിൽ കൂടെ കണ്ട ഒരു പാടി ഇങ്ങനെ ഒരു ചെളി പറ്റിയ പോലെ ഒരു പാടി ഇങ്ങനെ പടരുന്നു. ഒച്ചപ്പറ കേൾക്കത്തില്ലല്ലോ. ഇവിടെ ഇടയില്ല സത്യത്തിൽ. അപ്പൊ ഇങ്ങനെ ഈ കോണിൽ നിന്ന് വന്നാലും ഒരു കാൽ ഭാഗമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. കാരണം അങ്ങോട്ട് ഇറക്കത്തില്ല. ഇതുണ്ടോ ആ കോണ് കിണറിന്റെ കാൽ ഭാഗത്തേ വന്നിട്ടുള്ളൂ, മാറിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കെട്ട് കെട്ടുക, ഒരു തിരിവ്, എന്നിട്ട് ബാക്കി ഇത് വെളിയിലിടുക. അതായത് ഇപ്പം മുറ്റത്തിന്റെ താഴയുടെ വീതിയാണല്ലോ മുറ്റത്തിനെടുക്കുന്നത്. അപ്പം മുറ്റത്തിന്റെ വീതി കഴിഞ്ഞിട്ട് മുറ്റത്തിന്റെ വെളിയിലേക്ക് ആയി കഴിഞ്ഞാൽ കിണർ ദോഷമില്ല. അത് കന്നിക്കോണാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ വേറെ മാർഗ്ഗമില്ല. അതിപ്പം വീടിന് നമ്മൾ ഈ മീനത്തിലും കുമ്പത്തിലും ഒക്കെ കാണുമ്പോഴത്തേന് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കോൺ ഒഴിവാക്കി മുറ്റത്തിനകത്താണ് ഈ കിണർ വരുന്നത്. ഇപ്പോൾ മീൻ രാശിയാണെങ്കിൽ വടക്കിഴക്ക് മുതലേക്ക് ആ മുറ്റത്തിനകത്താണ് കിണർ വരുന്നത്. അപ്പം മുറ്റത്തിൻ്റെ വെളിയിലോട്ട് പറമ്പുണ്ടെങ്കിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ വരുമ്പം ആ മുറ്റത്തിൻ്റെ വെളിയിൽ തള്ളിക്കളയണം കിണർ. ഇതിപ്പോൾ ഏതാ ഈ വീടിൻ്റെ ഏത് മൂലയാണ് ഇത്? ഇതിപ്പോൾ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല കന്നിക്കോണാണ്. കന്നിക്കോണിലാണ് കേട്ടോ ഗൈസ് ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇതിന്റെ ശരിക്കുള്ള കിണറിന്റെ സ്ഥാനം അവിടെയല്ലേ നേരത്തെ ആദ്യം കാണിച്ചത്. അവിടെ നിലവിൽ വെള്ളമില്ല. അതുകൊണ്ട് കന്നിക്കോണിലും കിണർ കുത്താം എന്നാണ് ഈ സ്ഥാനക്കാരൻ പറയുന്നത് നമ്മളോട്. അതൊക്കെ നമ്മുടെ വിശ്വാസം. വെള്ളം എടുക്കുന്നല്ലാതെ ഇത് വേറെ കാര്യമൊന്നുമില്ല. അപ്പം ഗൈസ് നമുക്ക് കിണറിന്റെ സ്ഥാനം കാണാൻ വേണ്ടിയിട്ടുള്ള എന്താവശ്യത്തിനാണെങ്കിലും നമുക്ക് ജെയിംസ് ചേട്ടനെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. പുള്ളിയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് ജെയിംസ് ചേട്ടനൊരു താങ്ക്സ് പറയാം. ചേട്ടാ വളരെ താങ്ക്സ്. ഓക്കെ, നമ്മളതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ വലിയ ആളൊന്നും അല്ല എങ്കിലും. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കെന്നാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സൈൻ ഓഫ്.